ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ വിഭവങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾക്കിന്ന് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എഗ്ഗ് എന്ന് പറയുന്നത്. എഗ്ഗിനെ കുറിച്ച് ചിന്തിച്ചാലോ? അപ്പോൾ എഗ്ഗ് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. എന്നാൽ എഗ്ഗ് കഴിക്കുമ്പോൾ നമ്മൾ 3 മിനിറ്റെങ്കിലും ബോയിൽ ചെയ്ത എഗ്ഗ് വേണം കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് ദോഷകരമായി ബാധിക്കും. മുട്ട കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി വിറ്റാമിൻസ് ലഭിക്കുന്നുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയവ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്നതിന് നമ്മുടെ മുട്ട ഒത്തിരിയേറെ സഹായകരമാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്തുന്നതിനും തിമിരം പോലുള്ളവ ഇല്ലാതാക്കുന്നതിനുമൊക്കെ മുട്ട നമുക്ക് ഒത്തിരിയേറെ ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ എത്ര മുട്ട കഴിക്കാം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓടിക്കളിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച്, ശാരീരിക അധ്വാനം കൂടുതലുള്ള ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ 7 മുട്ട വരെ കഴിക്കാവുന്നതാണ്. എന്നാൽ ശാരീരിക അധ്വാനമില്ലാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ട കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു 4 മുട്ട മാത്രമേ കഴിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ആഴ്ചയിൽ 2 മുട്ട മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇല്ലെങ്കിൽ ശാരീരിക അധ്വാനം ഇല്ലാത്ത ആളുകൾ ഒത്തിരി മുട്ട കഴിക്കുക വഴി നമ്മുടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കാൻ കാരണമാകും. എന്നാൽ എക്സസൈസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 7 മുട്ടയൊക്കെ കഴിക്കുന്നത് വഴി നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എക്സസൈസ് ചെയ്യുക വഴി നമ്മുടെ വേണ്ടാത്ത കൊഴുപ്പുകളൊക്കെ ബേണായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര മുട്ടയാണ് നമ്മൾ കഴിക്കുന്നതെന്നും മുട്ടയുടെ എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്നും നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ മുട്ടയുടെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ മുട്ട കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്